എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരാളെ മികച്ചതാക്കുന്നത് എന്താണ്? അത് കഴിവല്ല, ഭാഗ്യമല്ല, പണക്കാർക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും ഒരു രഹസ്യ ഫോർമുലയുമല്ല. അതൊരു കലയാണ്. അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. 1. നിങ്ങളുടെ ജോലിയെ ബഹുമാനിക്കുക. മിക്ക ആളുകൾക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നതിനെ അവർ ബഹുമാനിക്കുന്നില്ല. എന്നിട്ട് ഒരേ സമയം പല ജോലികൾ ചെയ്യും. ശ്രദ്ധയില്ലാതിരിക്കും. എന്നിട്ട് നല്ല റിസൾട്ട് പ്രതീക്ഷിക്കും. പക്ഷെ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറു കാര്യത്തിന് പോലും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വിചാരിച്ച് പ്രവർത്തിക്കണം. ആരും നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും. 2. ബേസിക്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കായികം, കല, ബിസിനസ് അങ്ങനെ ഏത് മേഖലയെയും മികച്ചവർ കുറുക്കു വഴികൾക്ക് പിന്നാലെ പോകാറില്ല. അവർ ബേസിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. വിരാട് കോഹ്ലി ഇപ്പോഴും നെറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാർ ഷെഫ് ഇപ്പോഴും അയാളുടെ കത്തിക്ക് മൂർച്ച കൂട്ടാൻ സമയം കണ്ടെത്തുന്നുണ്ട്. ജാപ്പനീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിത്രകാരന്മാരിൽ ഒരാളായ ഹെഗുസായി തൻ്റെ 73-ാം വയസ്സിൽ ദി ഗ്രേറ്റ് വേവ് എന്ന ലോക പ്രശസ്ത ചിത്രം വരച്ചു. ജീവിതത്തിൽ 30,000-ത്തിലധികം ചിത്രങ്ങൾ അദ്ദേഹം വരച്ചെങ്കിലും ലോകം ഈ ഒന്നിനെ മാത്രമേ ഓർക്കുന്നുള്ളൂ. ആരും കാണാതെ നിങ്ങൾ നിങ്ങളുടെ ക്രാഫ്റ്റിനെ പിന്തുടരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ലോകം നിങ്ങളെയും തിരിച്ചറിയും. 3. റെപ്പറ്റീഷനെ സ്നേഹിക്കുക. റിസൾട്ടിനെയോ കയ്യടികളെയോ അല്ല. കാരണം ഒരു മികച്ച രീതിയിൽ ചെയ്യുക എന്നത് ഒരിക്കൽ മാത്രം ശരിയായി ചെയ്യുക എന്നതല്ല. നിങ്ങൾ ക്ഷീണിതനായിരിക്കുമ്പോഴും ആരും കാണാത്തപ്പോഴും കയ്യടിക്കാത്തപ്പോഴും അത് മടുപ്പിക്കുന്നതായി തോന്നുമ്പോൾ പോലും അത് വൃത്തിയായി ചെയ്യുക എന്നതാണ്. അതാണ് ഇതിനെ ഒരു കലയാക്കി മാറ്റുന്നത്. അപ്പോൾ ഒരേ ജോലി മറ്റാരെക്കാളും കൂടുതൽ നേരം ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരാളായി മാറുക. അതിനെ മികച്ചതാക്കുക, മെച്ചപ്പെടുത്തുക, വീണ്ടും ചെയ്യുക. പക്ഷേ ഇതുവരെയും നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ മികച്ചതല്ലെങ്കിലോ? അതിനർത്ഥം നിങ്ങൾ ഈ പ്രോസസ്സിൻ്റെ തുടക്കത്തിലാണെന്ന് മാത്രം. നിങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം ലോകം നിങ്ങളെയും ഓർമ്മിക്കും.